10 വയസ്സിലൊരു കുട്ടിയെ കൊണ്ടുവരികയാണ്, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അതൊത്തിരി വൈകിപ്പോയൊരു ഘട്ടമാണ്. ആ സ്റ്റേജിൽ നമ്മളിപ്പോൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുകയോ അല്ല ഇംപ്ലാന്റ് ഓപ്ഷൻസ് കൊടുക്കുകയോ ചെയ്താൽ ഈ കുട്ടി സംസാരിക്കാൻ പോകുന്നില്ല. കാരണം ഈ കുട്ടിയുടെ ബ്രെയിൻ, അതായത് ലാംഗ്വേജ് പഠിക്കേണ്ട ഒരു ടൈം ഫ്രെയിം ഓൾറെഡി കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഏർലി ഇൻ്റർവെൻഷനാണ് നമ്മുടെ ഫോക്കസ്. നമ്മളിപ്പം ഫസ്റ്റ് മന്തിൽ തന്നെ പിക്ക് ചെയ്യുക, ബൈ 3rd മന്ത് അത് കൺഫേം ചെയ്യുക, ബൈ 6th മന്ത് നമ്മൾ ഇൻ്റർവെൻഷൻ, അതായത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ ഹിയറിംഗ് ലോസിനകത്ത് നമുക്കുള്ള അഡ്വാൻസ്മെൻറ്റ്സ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പീഡിയാട്രിക് ഹിയറിംഗ് ഇവാലുവേഷൻ്റെ ഒരു എംഫസിസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അത് നമ്മൾ സംശയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും നേരത്തെ തന്നെ നിങ്ങളുടെ ENT ഡോക്ടറിനെ കാണുക. എന്നിട്ട് ഈ പറഞ്ഞ ഹിയറിംഗ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതിപ്പോൾ കുട്ടി സംസാരിക്കുന്നില്ല, അല്ലെ കുട്ടി സംസാരിക്കുന്നത് ഒരു ഡിലേ ഉണ്ട്, കുട്ടി സംസാരിക്കുന്നത് ക്ലിയർ അല്ല, കുട്ടി സംസാരിക്കുന്നതിനകത്ത് ലാഗ് ഉണ്ട്, ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഹിയറിംഗ് ലോസ് മാനിഫെസ്റ്റ് ചെയ്യാം. അതായത് ഒന്നും സംസാരിക്കാത്ത ഒരു കുട്ടി ഒന്നും കേൾക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കും. എന്നാൽ ക്ലിയറായിട്ട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാത്ത കുട്ടി, അവർ ജസ്റ്റ് ഫ്യൂ വേർഡ്സ് പറയുന്നത് കൊണ്ട് അവർക്ക് ഹിയറിംഗ് നോർമൽ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഏജിന് തക്ക ഉള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്.